അമ്മ മോളിലത്തെ മുറിയില്ല. ആ ശിവദാസോ, നീ വന്നോ? വന്നതൊന്നുമല്ല, ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാ. ഇരിക്കെ. ഈയിടെയായിട്ട് ശിവദാസനെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ, എന്തു പറ്റി? ഞാൻ വന്നതുകൊണ്ട് എന്താ കാര്യം? പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ. ഒരു തടവുകാരിയെ പോലെ ഈ മുറിക്കകത്ത് ഒറ്റഞ്ഞിരിക്കാതെ വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങിക്കൂടെ അമ്മയ്ക്ക്? മോഹമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞെ, കഴിയണില്ല. ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുഃഖം അവനവൻ ജീവിച്ചിരിക്കെ സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വരുന്നതാണ്. അതനുഭവിച്ചവളാണ് ഞാൻ. മോളെ, നീ കിച്ചണിൽ ചെന്ന് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാൻ പറ. ചെല്ലേ. മോളുടെ കാര്യം പറയാനായിരുന്നു ഞാൻ. അവളുടെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പല ആലോചനകളും വന്നു, ഒന്നും അവൾക്ക് ഇഷ്ടമായില്ല. ഇപ്പോ ഒരു IPS കാരൻ ശരത്ചന്ദ്രൻ ഇവിടുത്തെ ASP ആണ്. ശിവദാസൻ അറിയാമായിരിക്കും. പക്ഷേ മഞ്ജു വഴങ്ങുന്നില്ല. അതിന് പറഞ്ഞ കാരണങ്ങളൊന്നും ശരിയല്ല. എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നാണ്. ചോദിച്ചിട്ട് പറയുന്നുമില്ല. നിങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ? മോനൊന്ന് ചോദിച്ചു നോക്ക്. വേണ്ടമ്മേ, എനിക്കറിയാം. പഠിക്കുന്ന കാലത്തെ മഞ്ജുവിന് ഒരാളോട് എന്താ പറയാ, ഒരു ഹീറോ വർഷിപ്പ്, ഒരുതരം ഫാസിനേഷൻ ഉണ്ടായിരുന്നു. ആരുമായിട്ട്? ആരായിട്ടായാലും അത്തരം ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ് ആവില്ല. ഞാൻ അവളെ തിരുത്താൻ ശ്രമിച്ചതാണ്. അമ്മ വിഷമിക്കണ്ട, ഞാൻ മഞ്ജുവിനോട് സംസാരിക്കാം. എല്ലാം ശരിയാവും. എല്ലാവരും ഉദാരമായ സംഭാവനകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം. പാർട്ടിയുടെ യുവജന കൺവെൻഷനാണ്, ധാരാളം ചെലവുള്ള ഏർപ്പാടാണ്. പോയ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല. ഈ വർഷവും കാര്യമായിട്ട് സഹായിക്കണം. സർ, യുവജന കൺവെൻഷനാണ്, വളരെയധികം ചെലവുള്ള കാര്യമാണ്. സാർ എന്തെങ്കിലും കാര്യമായിട്ട് 50 പൈസ എവന്റെ കാറും കോപ്പും കണ്ട വലിയ മറ്റവനാണെന്ന് തോന്നുമല്ലോ. ദാരിദ്ര്യവാസി എടുത്തോളൂ, പോടാ. അകത്ത് വന്നോ. എങ്ങോട്ടാ? മാർക്കറ്റിനകത്ത്. മാർക്കറ്റിനകത്തേക്ക് നിങ്ങൾ കിടക്കണ്ട, അത് ഞങ്ങളായിക്കോളാം. അതെന്താ, നമ്മളൊക്കെ ഒന്നല്ലേ? ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ പിരിവിന് നിങ്ങളുടെ ബക്കറ്റ് വേണ്ട. ആ ചെല്ല് ചെല്ല്. അത് നീ മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. വാടാ. നമ്മുടെ ഇടയിൽ തമ്മിത്തല്ല് നാട്ടുകാരുടെ മുമ്പ് വെച്ച് വേണ്ട. വാ. നിന്നെ കണ്ടല്ലടാ. രാവിലെ തുടങ്ങിയ ഇടപാടാ. വയറ്റിനകത്ത് ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും എടുത്ത് അകത്ത് എറിഞ്ഞു കൊടുക്കട്ടെ. നീ കയറുന്ന എണ്ണ ആൻഡോ, ഇവിടെ വാടാ. ആ കയ്യിലുള്ളതൊക്കെ അവിടെ വെച്ചിട്ട് പോ. കയ്യില്ല? എന്തോന്ന്? എന്റെ ഒന്നും ഇല്ല. വെച്ചിട്ട് പോടാ. എന്തോന്നിത്? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വെച്ചിട്ട് പോടാ. ആത്മാർത്ഥക്ക് ഇവിടെ ഒരു വിലയില്ല. ഞാൻ 5 പൈസ എടുത്തിട്ട് കാലത്ത് തൊട്ട് ഇവിടെ ഇരുന്നതാ. എന്തോന്ന്? അയ്യോ, ചതി ചതി. ഇത് ഏതോ സഹാക്കള് പാര വയ്ക്കാൻ വേണ്ടി എന്നെ പറയാൻ കൊണ്ടുവച്ചാ. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചൂടെ? കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? മോശമില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. മാർക്കറ്റ്, ഫുഡ് കോർപ്പറേഷൻ എന്ന് വേണ്ട ITUC-കാരുള്ള ഒരിടത്തും ഞങ്ങളെ കാല് കുത്താൻ സമ്മതിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി കിട്ടുമായിരുന്നു. ശിവദാസ് വന്നേ. പിരിവിന്റെ കാര്യത്തിൽ ITUC-കാർ ഉടക്കി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ITUC-യുടെ ശക്തിയും പണവും ഇല്ലാതെ പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് ലൂക്കോസിനെ പോലുള്ളവരുടെ ധാരണ. അത് വെച്ച് MYFയുടെ നിയന്ത്രണം കൂടി അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർത്തു. അതിന്റെ വൈരാഗ്യം തീർക്കുകയായിരിക്കും അവര്. മനോജിനെ അറിയില്ലേ? കേരള ഭൂമിയുടെ MD. പിന്നെ ഇത് സ്വാമി. പിന്നെ ITUC-യുടെ സഹായം ഇല്ലെന്ന് കരുതി കൺവെൻഷന്റെ നടത്തിപ്പിൽ ഒരു കുറവും വരുത്തണ്ട. പോരാതെ വരുന്ന പണം അത് എത്രയായിരുന്നാലും മനോജ് തരും, അല്ലേ മനോജ്? അതെ, കേരള ഭൂമിയുടെ പേരിൽ സ്പോൺസർ ചെയ്യാം. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, തെറ്റിദ്ധരിക്കരുത്. ITUC-കാരെ സഹകരിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യം, അത് സഖാവിന് അറിയാമല്ലോ. ഞാനല്ല, ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. മതി, കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ അതും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എടോ, കേരളത്തിലുടനീളം നടക്കുന്ന ബക്കറ്റ് വരവിൽ ITUC സഹകരിക്കുന്നില്ലേ? പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ടൊരു സംഭവം, അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണ്. അല്ല സഖാവേ, ഞാൻ പറഞ്ഞു വന്നത്. ഒന്നും പറയണ്ട. പാർട്ടിയിലെ മേലാളന്മാരിൽ ചിലർ യൂണിയൻ പ്രവർത്തകരോട് കാണിക്കുന്ന ചിറ്റമ നയത്തിൽ പലർക്കും ഗ്രീവൻസ് കാണും. അതായിരിക്കും സേവ്യർ അവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഇത് തെറ്റ് തന്നെയാണ്. അതിനവനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിരിവെടുക്കുന്നതിൽ ഞാൻ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയോ? ഇല്ല, ഒരിക്കലും സഖാവ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ അത് വിട്ടാക്കി. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നാളെ മത്സ്യത്തൊഴിലാളികളുടെ ലോൺ വിതരണത്തിന് ചെയർമാൻ വരുന്നുണ്ടല്ലോ, ദിവാകരൻ.
അയാളാണെങ്കിൽ സ്വന്തം സമുദായക്കാർക്കും കുടുംബക്കാർക്കും മാത്രമേ ലോൺ അനുവദിക്കുന്നുള്ളൂ എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് ശക്തിയായിട്ട് തന്നെ നേരിടണം. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ. ശരി, ഞാൻ വരാം. നമസ്കാരം ആ ആ ഇത് ചുമ്മാതല്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എനിക്കെതിരായി സർക്കാരിലേക്ക് പരാതി അയച്ചവരല്ലേ നിങ്ങൾ? ദിവാകരൻ കള്ളനാണ്, തെമ്മാടിയാണ്, അഴിമതിക്കാരനാണെന്ന്. ആ കൂട്ടഹർജിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ? പിന്നെന്തിന് എന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്നു? സാറേ, എനിക്ക് എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടാ. സഖാവ് ശിവദാസനും കൂട്ടിനും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. സഖാവ് ശിവദാസ്, സ്റ്റാലിൻ ശിവദാസ്, അവൻ മത്സ്യത്തൊഴിലാളികളെ പറ്റി എന്തറിയാം? അവൻ കടലിൽ പോയിട്ടുണ്ടോ? വള്ളവും വലയും എന്താണെന്ന് അറിയാത്ത ആ സഖാവ് പറയുന്നതാണ് നിങ്ങൾക്ക് കാര്യമെങ്കിൽ അവനോട് തന്നെ പോയി ചോദിക്കാം. അയ്യോ സാറേ, ഞാൻ കൊണ്ട് പോടും. ഏയ്, എന്താ ഇത്? എനിക്കൊരു അല്പം സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? പറയാം. മിസ്റ്റർ ദിവാകരൻ, ഞാൻ കടലിൽ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, വള്ളവും വലയും വെള്ളവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ശരിയാണ്. താങ്കളെപ്പോലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ടല്ല, ഒരു നായർ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന് ജനനം കൊണ്ട് നമ്മൾ വ്യത്യസ്ത ജാതിക്കാരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. സ്വന്തം സമുദായത്തിനെതിരായിട്ട് മനസ്സിലായില്ല. ജന്മിത്വവും നാടുവാഴിത്വവുമായുമാണ് എന്റെ സമുദായത്തിൽപ്പെട്ട സവർണ ഫ്യൂഡൽ പ്രഭുക്കളെ ഭൂപരിധി നിയമം കൊണ്ടുവന്ന് കുത്തുവാളെടുപ്പിച്ച പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളും. വഞ്ചിക്ക്? ഞാനൊരു പുല്ലനെയും വഞ്ചിച്ചിട്ടില്ല. വേണ്ടാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും പോരാഞ്ഞ് ഇപ്പൊ കേറി വന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. ഇറങ്ങടാ. ക്ഷോഭിക്കരുത് മിസ്റ്റർ ദിവാകരൻ. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് 7 കണ്ടത്തിൽ കോലപ്പന്റെ മകൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ നാടൻ വെള്ളം തുഴഞ്ഞ് ജീവിച്ച ദിവാകരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എങ്ങനെ ലക്ഷപ്രഭുവായി? സമുദായത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സൽക്കരിച്ചും തൊട്ട കൊത്തും കുഴിച്ചുപിടി ഞാൻ. ചില നാണംകെട്ട മന്ത്രിമാരുടെയും ഇവനെപ്പോലുള്ള ചില വാലാട്ടി പട്ടികളുടെയും പിൻബലം കൊണ്ട് നിനക്ക് ഈ നാട് ഭരിക്കാമെന്ന് വിചാരിച്ചോ? കാറും എസ്റ്റേറ്റും ബംഗ്ലാവുമായിട്ട് കാലാകാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച് തന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ലോൺ കൊടുക്കാൻ കോർപ്പറേറ്റ് ഫണ്ട് നിന്റെ അപ്പനുണ്ടാക്കിയാണോടാ? നിന്റെ തറവാട്ട് തോന്നാടാ? ഇതായാലോ 5-8 മാസം നിന്റെ പുറകെ നടത്തിച്ചിട്ട് അവസാനം തന്നെ കിഴവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ല ആ ലോൺ അപേക്ഷയാണിത്. ഇടാ ഒപ്പ്.